വീഴ്ച വകുപ്പോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കിനി 25 മിനിറ്റ് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ചുരുങ്ങിയ സമയങ്ങളെ നമുക്ക് കിട്ടത്തുള്ളൂ. പി ആർ സുനിലേക്കാണ് ഞാൻ അതിനുശേഷം പാതയിലേക്ക് വരാം. പി ആർ സുനിൽ, ഇതൊരു വീഴ്ച വകുപ്പായിട്ട് മാറിക്കഴിഞ്ഞോ? നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ സംസാരിക്കുമ്പോൾ നോക്കൂ, കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ചികിത്സാ പിഴവ് മൂലം ഒരു കത്രിക വയറിനകത്ത് കൊണ്ടു നടന്ന ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയുടെ വേദനയിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. എത്രയോ ദിവസങ്ങൾ അതിനുശേഷം ഈ വയറുവേദനയുമായി അവർ പല ഡോക്ടർമാരെയും കണ്ടു. അന്നൊന്നും ഒരു എക്സ്റേ എടുത്തത് പരിശോധിക്കാൻ ആരും നിർദ്ദേശിച്ചില്ല. ഏറ്റവും ഒടുവിൽ 5 വർഷത്തിന് ശേഷമാണ് ഒരു എക്സ്റേയിലൂടെ ഇങ്ങനെ ഒരു ഒരു സർജിക്കൽ ഉപകരണം ഇങ്ങനെ വയറ്റിനകത്തുണ്ട് എന്ന് കണ്ടെത്തിയത്. ഏതായാലും ഇപ്പോ അത് വലിയ വിവാദമായി കേരളത്തിൽ മാറിയിരിക്കുന്നു. ഏറ്റവും എന്നെ ഞെട്ടിച്ചൊരു സംഭവം എന്ന് പറയുന്നത്, ഇന്ന് ആ സർജറി നടന്നപ്പോൾ 2021 ആ ഒരു സർജറി നടന്ന സമയത്ത് ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ഡോക്ടർ ലളിതാംബിക പറഞ്ഞത് കേട്ടിട്ടാണ്, ഒരു 50 വർഷത്തോളം ഇങ്ങനെ ഒരു ഉപകരണം ശരീരത്തിൽ കൊണ്ട് നടന്നാലും ഒരു കുഴപ്പവുമില്ല, 50 വർഷം ജീവിക്കുമെന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ മുറിവിൽ തിളച്ച എണ്ണ ഒഴിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെയാണ് സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള സംഭവം. ഹർഷീന എന്ന് പറയുന്ന യുവതിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സംഭവം. ഹർഷീന, അതെ, അവരുടെയും ഇതുപോലെ ശരീരത്തിലൊരു സർജിക്കൽ ഉപകരണം, ഒരു കത്രിക ചേർത്ത് വെച്ച് തുന്നിക്കെട്ടി അവരെയും വിട്ടു. അതുപോലെ ആലപ്പുഴയിലും മറ്റൊരു സംഭവം ഉണ്ടായി. ഇത്തരത്തിൽ നമ്മൾ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ പലയിടങ്ങളിലും ഇതൊക്കെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം ഒരു ഗവർണർ മരിച്ചിട്ടുണ്ട് കേരളത്തിൽ. 2004 അന്ന് എ കെ ആന്റണി സർക്കാരിന്റെ കാലത്താണ് സിക്കന്ദർ ബക്ത് എന്ന് പറയുന്ന ഒരു ഗവർണർ, അന്ന് അദ്ദേഹം ഒരു ഉദര ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പോയതാണ്. അണുബാധ മൂലമാണ് അദ്ദേഹം മരിക്കുന്നത് അന്ന് 2004. അപ്പോ ഈ കാലാകാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ പിഴവ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലായാലും സർക്കാർ ആശുപത്രികളിലായാലും ആവശ്യത്തിന് സ്റ്റാഫുകളുണ്ടോ എന്നൊരു പ്രശ്നം. നമ്മൾ ഇപ്പോഴും 1960കളിലെ ഒരു സ്റ്റാഫ് പാറ്റേൺ ആണ് പിന്തുടരുന്നതെന്നാണ് പ്രധാനപ്പെട്ട ഡോക്ടർമാരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്, IMA അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, ഒരുപാട് ഉപകരണങ്ങളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ വലിയ വലിയ കെട്ടിടങ്ങൾ കാണാം. പക്ഷേ അതിൽ പ്രവർത്തിക്കാൻ, അതിൽ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്താനുള്ള ഡോക്ടർമാരില്ല. ഇപ്പോൾ IMA തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലുമായി 1160-ലധികം ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ 978-ലധികം നഴ്സുമാരുടെ വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ വിഭാഗത്തിൽ 716-ലധികം വേക്കൻസികൾ ഇപ്പോഴുമുണ്ട്. അതുകൂടാതെ മറ്റ് ആശുപത്രി ജീവനക്കാരുടെ വേക്കൻസികൾ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നില്ല എന്നാണ്. അതായത് ഒരു വാർഡിൽ ഒരു രോഗിക്ക് 1:6 എന്ന അനുപാതത്തിൽ നഴ്സുമാർ വേണം. ഒരു നഴ്സിന് 6 രോഗികളെയാണ് പരിചരിക്കേണ്ടത് ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച്. പക്ഷേ ഇവിടെ നമ്മുടെ ആശുപത്രികളിലൊക്കെ നോക്കിയാൽ ഒരു നഴ്സ് 60-ഉം 50-ഉം രോഗികളെയൊക്കെ പരിചരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു പിഴവാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത, ഒരിക്കലും അംഗീകരിക്കാനാകാത്ത പിഴവ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, നമ്മുടെ ആരോഗ്യരംഗത്ത് ഉണ്ടാകുന്ന വിദേശ ഇടപെടൽ കൂടിയാണ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപമാണ് സ്വകാര്യ ആശുപത്രികളിൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അമേരിക്കയിലെ ഒരു കോർപ്പറേറ്റ് കമ്പനി കേരളത്തിലെ മിംസ് ആയാലും അതുപോലെ തന്നെ കിംസ് ആയാലും അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത് 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ അതുപോലെ തന്നെ ആശുപത്രികളുടെ എണ്ണത്തിൽ അതിനനുസരിച്ച് വർധനവുണ്ടാകുന്നില്ല, ജീവനക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നില്ല, ഡോക്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നില്ല. പക്ഷേ രോഗികളുടെ എണ്ണം വലിയ തോതിൽ കൂടി വരുന്നുണ്ട്. 10 വർഷം മുൻപുള്ള രോഗികളുടെ എണ്ണത്തെ അപേക്ഷിച്ച് എത്രയോ മടങ്ങ് അധികമാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു കണക്ക് പരിശോധിച്ചാൽ 12 കോടിയിലധികം രോഗികളാണ് ഓരോ വർഷവും നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ചികിത്സ തേടിയെത്തുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത്, നമ്മൾ ഇതൊരു വലിയൊരു പിഴവായി നമ്മൾ കാണുമ്പോൾ തന്നെ മറുവശം കൂടി നമ്മൾ പരിശോധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നത് ഒരു ഡോക്ടർ വലിയ സമ്മർദ്ദത്തിലാകരുത്. ആ ഒരു സമ്മർദ്ദം മാറുമ്പോഴാണ് ഇത്തരം അബദ്ധങ്ങൾ ഒഴിവാകുക. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ കൂടി അടിയന്തര നടപടി ഉണ്ടാകണം. Meet the editors.